ബാബ, ഇപ്പം സമാധിയാണ് എല്ലാ സ്ഥലത്തും വൈറലായി നിൽക്കുന്നത്. വീഡിയോകളിലൊക്കെ സമാധി എന്നെ കുറിച്ചാണ് ആൾക്കാർ തർക്കിച്ചും അതിനെക്കുറിച്ച് വിവരിച്ചും കുറേ വീഡിയോകൾ കണ്ടു. പിന്നെ അതുപോലെ സൂഫികൾ മരിക്കും മുമ്പേ മരിക്കുക എന്നുള്ള ഇതും തുടർച്ചയായിട്ട് പറയുന്നു. അപ്പം അതിനെക്കുറിച്ച് ബാബ ഒന്ന് വിവരിച്ചു തരാമോ? സമാധി മരിക്കും മുമ്പേ മരിക്കുന്നത്. മരണം എന്താണ് എന്നുള്ളത്. ഇത് മരിക്കും മുമ്പേ ഉള്ള മരണം എന്താണ്? ആ, ഓക്കെ. ഞാനെന്നത് ഇന്ന മാതാപിതാക്കളുടെ മകനായി ഇന്ന പേരിൽ അറിയപ്പെടുന്ന, ഇപ്പോൾ ആഷിഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ന മാതാപിതാക്കളുടെ മകനായ ആഷിഫായ ഞാൻ എന്ന ധാരണയിലാണ് നിങ്ങൾ പോകുന്നത്. ലോകം മുഴുവൻ ഭൂമിയിലെ മനുഷ്യരെല്ലാം ആ ധാരണയില്ല. ഞാൻ മനുഷ്യൻ അല്ലെങ്കിൽ ആള്, ചില മനുഷ്യർ, ആളുകൾ എന്ന് പറയും. ഈ പരമാത്മാവ് ഇതിൽ പ്രവേശിച്ചില്ലെങ്കിൽ ഈ മനുഷ്യനുണ്ടോ, ഈ ആളുണ്ടോ? ഇല്ല, അവൻ നിശ്ചലമായി അവൻ മരിച്ചു എന്ന് പറയും. അപ്പോൾ ഈ രൂപത്തിൽ, ഈ സ്വരൂപത്തിൽ ദൈവം അദൃശ്യതയിൽ നിന്ന് ദൃശ്യമായി നിലകൊള്ളുന്ന ദൈവത്തിൻ്റെ പ്രവർത്തന ഉപകരണമാണ് ഈ ശരീരം എന്നത്. ഈ ശരീര ഉപകരണത്തെ ദൈവം സൃഷ്ടിക്കുകയും ഈശ്വരൻ സൃഷ്ടിക്കുകയും എന്നിട്ട് ഇതിൽ ശ്വസനത്തിലൂടെ പ്രവേശിച്ച് നിലനിന്ന് പ്രവർത്തിച്ച് പോരുകയും ചെയ്യുന്നു. അബശീറും സമയം അലിമുഹയുൽ കയ്യുമായ ആ അള്ളാഹുവാണ്, ഈശ്വരനാണ് ഈ ശരീര ഉപകരണത്തിലൂടെ പ്രവേശിച്ച് നിലനിന്ന് പ്രവർത്തിച്ചു പോരുന്നത് നാം ഓരോരുത്തരും. എന്നിട്ട് നാം പറഞ്ഞു, ഞാൻ മനുഷ്യനാണ്, ദൈവത്തിൻ്റെ വേറൊരു സൃഷ്ടിയായ മനുഷ്യനാണ്, ഞാൻ ആളുകളാണ്, ജനതയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പരമാത്മാവിൽ പ്രവേശിച്ചില്ലെങ്കിൽ ആള്, ജനത, മനുഷ്യനുണ്ടാവും ഇല്ല. അപ്പോൾ ആ പരമാത്മാവാണ് ഈ ശരീര ഉപകരണത്തെ, ആത്മാവായ ഈശ്വരന് വേണ്ടി ഈ ശരീരത്തെ ഉപകരണത്തെ സൃഷ്ടിക്കുകയും എന്നിട്ട് ശ്വസനത്തിലൂടെ അതിൽ പ്രവേശിച്ചുകൊണ്ട് ഇതിലെ കാണുകയും കേൾക്കുകയും അറിയുകയും പ്രവർത്തിച്ചു പോരുകയും ചെയ്യുന്നത് ആ പരമാത്മാവായ ഈശ്വരനാണ്, അള്ളാഹുവാണ് എന്ന യാഥാർത്ഥ്യം നാം അറിയാതെ നാം ഒരു മനുഷ്യനാണ്, ഞാൻ ആളാണ്, ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അന്ധര, യാഥാർത്ഥ്യത്തെ അറിയാത്ത അന്ധരും മറ്റരുമായ ഈ ജനത തിരിച്ചറിയേണ്ടത് ആ പരമാത്മായ ഈശ്വരനാണ് ഈ ശരീരത്തെ സൃഷ്ടിച്ചതും ഇതിൽ പ്രവേശിക്കൊണ്ട് ഇതിലെ നിലനിന്ന് പ്രവർത്തിച്ചു പോയിട്ടതും ആ ഈശ്വരനായ അള്ളാഹുവാണെന്ന ശ്രദ്ധ, എന്ന യാഥാർത്ഥ്യത്തെ അറിഞ്ഞ് അത് സൂക്ഷിച്ച് ഞാൻ ദൈവമാണ്, ഓരോ ശ്വസനം പരമാത്മാവ്, ജനാഥനായ പരമാത്മാവാണ് ഇതിൽ പ്രവേശിക്കുന്നതെന്നും ഇത് ഈ ശരീരത്തിലൂടെ നിലനിന്ന് പ്രവർത്തിച്ചു പോയിരുന്നത് അള്ളാഹുവാണെന്നുള്ള ആ ബോധത്തിൽ, ധാരണയിൽ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഈ മനുഷ്യനെന്ന ഞാൻ അതിലെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം മനുഷ്യനെന്ന ഞാനല്ല, ആ പരമാത്മാവായ ഈശ്വരനാണ് ആദ്യ പ്രകാശമായും അതിലൂടെ പ്രപഞ്ചമായും സകലമാനും മനുഷ്യ സ്വരൂപത്തിലൂടെയും ദൃശ്യമായത് ആ പരമാത്മായ ഈശ്വരനാണെന്ന യാഥാർത്ഥ്യത്തിലേക്ക് നാം അറിഞ്ഞു ഉയരുകയും എന്നിട്ട് ആ ഈശ്വരൻ, അദൃശ്യനായ ഈശ്വരൻ തന്നെയാണ് ഈ ശ്വസനത്തിലൂടെ പ്രവേശിച്ചുകൊണ്ട് ഈ ശരീര ഉപകരണത്തിലൂടെ നിലനിന്ന് പ്രവർത്തിച്ചു പോരുന്നതുമെന്ന യാഥാർത്ഥ്യത്തിലേക്ക്, അറിവിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഞാൻ എന്ന ഒരു മനുഷ്യനും ഒരാണും ഇവിടെ ഇല്ല. പരമാത്മാവിൻ്റെ സ്വരൂപവും പരമാത്മാവും ആണ് ഈ സ്വരൂപത്തിലൂടെ നിലനിന്ന് പ്രവർത്തിക്കുന്നതുമായ പരമാത്മാവായ ഈശ്വരനാണെന്ന യാഥാർത്ഥ ബോധ്യത്തിലേക്ക് ആ അള്ളാഹു ഈശ്വരൻ എന്ന ഈശ്വര സാക്ഷാത്കാരമായി ഈശ്വരനാണെന്ന ബോധോദയം സിദ്ധിച്ച് ആ ഈശ്വര യാഥാർത്ഥമായി തീർന്നതാണ്. അവൻ മനുഷ്യതലത്തിൽ മനുഷ്യതലത്തിൽ നിന്ന് ദൈവിക തലത്തിലേക്ക് ചേക്കേറി ദൈവികമായി തീർന്നതിനാണ് സമാധി എന്ന് പറയുന്നത്. അപ്പം മനുഷ്യനെന്നാൽ ഞാനില്ല, ഞാൻ ആ പരമാത്മാവായ പ്രപഞ്ചനാഥനാണ് എന്ന ബോധത്തോടു കൂടി ആ പരമാത്മായ ഈശ്വരൻ തന്നെ, അള്ളാഹു തന്നെയാണ് സകലരെ എന്നെപ്പോലെ സകലിലും സകലമാനത്തിലും സകലിലൂടെയും നിലനിന്ന് പ്രവർത്തിച്ചപ്പെടുന്നത് ആ പരമാത്മായ ഈശ്വരനാണ്, അള്ളാഹു ആണെന്ന് കാഴ്ചയിലാണ് നാം എപ്പോഴും ഉള്ളത്.
അപ്പോൾ ഈ ദൈവത്തിൻ്റെ മാത്രം ലോകത്തിൽ ദൈവികമായി നിലകൊള്ളുന്ന നാം സകലമാനത്തിലും ദൈവത്തെ കാണുന്നു. ദൈവത്തിൻ്റെ മാത്രമായ ലോകത്തിലാണ്. ആ മനുഷ്യനും ആളുകളും ഇല്ല. അത് ആ ലോകത്തിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ മാത്രമായ സ്വരൂപവും ആത്മാവുമായ ദൈവ സാക്ഷാത്കാരം പ്രാപിക്കുന്നതിനാണ് നാം സമാധി എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ മരിച്ചു, ആ മനുഷ്യനില്ലാതായി. ഇപ്പോൾ ദൈവസ്വരൂപവും ദൈവ യാഥാർത്ഥ്യവുമാണ്, പരമാത്മാവായ ഈശ്വരനാണ്, അള്ളാഹുവാണ് എന്ന തലത്തിലേക്ക് വരുന്നത്. അവൻ പഴയ മനുഷ്യൻ മരിച്ചു, സമാധിയായി. അതാണ് മരിക്കും മുമ്പേ മരിച്ചു, ആത്മാവ് നഷ്ടപ്പെടും മുന്നേ മരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ അവൻ ഞാനില്ല, ഈ ശരീരം ഞാനല്ല, ഈ ശരീരം പരമാത്മാവ് അവൻ അദൃശ്യതയിൽ നിന്ന് പ്രകാശമായും സകലമാനും രൂപാന്തരത്തിലൂടെ ദൃശ്യമായി അവൻ്റെ സ്വരൂപമാണ് ഈ ശരീരം. ഈ ശരീരമല്ല ഞാൻ, ഈ ശരീരം ദൈവത്തിൻ്റെ സ്വരൂപമാണ്. ഇതിനെ നിലനിന്ന് പ്രവർത്തിക്കുന്ന പരമാത്മാവും ഈശ്വരനാണെന്ന് കാണുമ്പോൾ ഞാൻ ഈ പ്രപഞ്ചവും അർദ്ധനാരീശ്വരനായ ശിവനും അർദ്ധനാരീശ്വരനായ ശിവനെ പ്രപഞ്ചത്തെ തന്നെയാണ് അർദ്ധനാരീശ്വരനായ ശിവനെന്നും. പിന്നെ അറബിയിൽ മുഹമ്മദ് പറഞ്ഞു അഷ്ഹദു അൻ ലാ ഇലാഹ എന്ന് പറയുന്നത് ഈ പ്രപഞ്ച യാഥാർത്ഥ്യത്തെ കുറിച്ചാണ്. ആ ശിവസ്വരൂപത്തിലേക്കും ലാ ഇലാഹയിലേക്കും ആ പ്രകാശം തന്നെ ആ ശിവ ശരീരത്തിൻ്റെ ഉള്ളിലെ ഇലാഹിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് വിത്തിട്ട വളർക്കുന്ന ഗർഭമായ ഭൂമിയിൽ ആ പ്രകാശം തന്നെ ബീജമായി വന്ന് ആ അഷ്ഹദു അൻ ലാ ഇലാഹയിൽ നിന്ന് ആ ശിവസ്വരൂപത്തിൽ നിന്ന് അർദ്ധനാരീശ്വരനായ ശിവസ്വരൂപത്തിൽ നിന്ന് ദൃശ്യമായ ആ ശിവ അവതാരമാണ് ഭൂമിയിലെ മനുഷ്യ സ്വരൂപത്തിൽ ദൃശ്യമായിരിക്കുന്ന ശിവന്റെ അവതാരമാണ്. അതിനാണ് അറബിൽ പറഞ്ഞ ലാ ഇലാഹ എന്ന് പറഞ്ഞ ഇല്ലാത നാമാണ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാത നാമാണ്. ആ ശിവൻ അവതരിച്ച ശിവ അവതാരവും നാമാണ്. ആയിരിക്കെ ഇവിടെ എല്ലാവരും പറയും ഇത് ഞാനാണ്, ഇന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ന മാതാപിതാക്കളുടെ മകനായ ഇന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പകരക്കാരൻ, ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഞാനെന്ന ഇന്ന പേരിൽ അറിയപ്പെടുന്ന ഞാനെന്ന പകരം ഒരുവൻ എന്നെ സൃഷ്ടിച്ച് പകരക്കാരനായി നിലനിൽക്കുന്ന നിങ്ങൾ, ഇതാണ് ശിർക്കെന്നും അറബിൽ ശിർക്കെന്നും അശുദ്ധി എന്നും. എല്ലാ മതങ്ങളും അശുദ്ധി എന്ന് പറഞ്ഞത് ഈ മായയാണ്. ഈ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പകരക്കാരനായി നിൽക്കുന്ന ഞാൻ എന്ന ഒരുവനാണ് മായ എന്നും മായ പോണം എന്ന് പറഞ്ഞതും മരിക്കും മുമ്പേ ഭരിക്കണം എന്ന് പറഞ്ഞതും സമാധി ആവണമെന്ന് പറഞ്ഞത് ഈ പകരക്കാരനായ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിലകൊള്ളുന്നുണ്ട് ഞാൻ എന്നവൻ ഇല്ലായ്മ ചെയ്യലാണ് സമാധി. ഇതാണ് മരിക്കും മുമ്പേ മരിക്കേണ്ടത്. ഈ സമാധി ആവാതെ പലവരും ഷേഖന്മാരും സൂഫികളും എന്ന് പറഞ്ഞു ഞാൻ മരിച്ചവനാണ്, അല്ലെ ഞാൻ സൂഫിയാണെന്ന് പറഞ്ഞാൽ, സൂഫി എന്ന് പറഞ്ഞാൽ അവൻ വിലയം പ്രാപിച്ച ദൈവത്തിലേക്ക്. സൂഫികൾ ഇബ്രാഹിം നബിയുടെ പിന്തുടർന്ന് പോയിരുന്ന ഇബ്രാഹിം നബി എന്ന് പറഞ്ഞ ദൈവത്തിലേക്ക് വിലയം പ്രാപിച്ച് ദൈവികമായി തീർന്നവനാണ് അബ്രഹാം. ആ അബ്രഹത്തെയാണ് അനവധി പ്രവാചകന്മാരും മുഹമ്മദ് റസൂലുള്ളാഹി പിന്തുടർന്നതും. അവരിലൂടെ എല്ലാമുള്ള ഗ്രന്ഥങ്ങളും അറിവുകളും ഇബ്രാഹിം നബീൻ്റെ ആ അറിവ് തന്നെയാണ് ഈ എല്ലാ നബിമാരിലൂടെയും തുടർന്ന് പോയിരുന്നതും. അപ്പൊ അബ്രഹാം ദൈവത്തിൽ വിലയം പ്രാപിച്ചവനാണ്, ദൈവികമായവനാണ്. അബ്രഹാം ദൈവമാണ് എന്ന തരത്തിൽ സമാധിയായവനാണ്. ആ അബ്രഹത്തെ പിന്തുടർന്ന് സമാധിയായി അബ്രഹത്തിന്റെ ആ ദൗത്യം നിർവഹിച്ചപ്പോൾ ദൈവം മാത്രമാണ് സൂഫി. അബ്രഹാമാണ് സൂഫി. അബ്രഹത്തെ ആ സമാധി അവസ്ഥ പിന്തുടർന്നവരാണ് സൂഫികൾ. പക്ഷെ ഇവിടെ സൂഫികൾ എന്ന് പറയല്ലാതെ ഇവർ സമാധി ആയിട്ടില്ല. മരിക്കും മുമ്പ് മരിച്ചവരല്ല. മരിക്കും മുമ്പേ മരിച്ചവരാണെങ്കിൽ അവര് വേഷഭൂഷാദികൾ ആവശ്യമുണ്ടാവില്ല. അവര് ഞാൻ ഈ പ്രപഞ്ചമാണ്, ഞാൻ പ്രപഞ്ച യാഥാർത്ഥ്യമാണ്, ആ ശിവ അവതാരവുമാണ് ഞാൻ. ആ ഇലാഹും ഇല്ലല്ലയോ ആണെങ്കിൽ ആ ഇലാഹിനെയും ഇല്ലല്ലയും പ്രപഞ്ച യാഥാർത്ഥ്യമാണ്, ദൈവികമാണ്.
അവനക്ക് യാതൊന്നും അതേ സമയത്ത് ഇവിടെ എല്ലാവരും അതേ സമയത്ത് ഇവിടെ എല്ലാവരും എന്താണ് കുറെ വസ്ത്രങ്ങൾ ധരിച്ചു, ചുവപ്പും പച്ചയും കറുപ്പുമായ വസ്ത്രങ്ങൾ ധരിച്ചു, തലപ്പാവ് ധരിച്ചു, പിന്നെ പിന്നെ അതിൻ്റെ മുകളിൽ ഒരു കോട്ട് ഇട്ട്, പിന്നെ കുറെ മാലകൾ ധരിച്ചു, കുറെ മാലകൾ, പിന്നെ വളകൾ രണ്ട് കയ്യിൽ വളയിട്ട്, കാലിൽ തണ്ടയിട്ട്, വിരൽ നിറയെ മോതിരങ്ങൾ അണിഞ്ഞു. ഇതെല്ലാം ആയി ഈ ദൈവത്തിന്റെ പകരക്കാരനായ ശിർക്കിനെ, ഈ മായയെ, ഈ മാലിന്യത്തെ, അശുദ്ധിയെ ശക്തിപ്പെടുത്തി വീണ്ടും 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 വെച്ച് കെട്ടി വെച്ച് പിടിപ്പിച്ച് ശക്തമാക്കി ആ ഷിർക്കിനെ, പകരക്കാരനെ ശക്തമാക്കി നിലനിർത്തുന്ന ഈ ആളുകളാണ് ഞാൻ സൂഫിയാണെന്നും ഞാൻ മറ്റേ ഷേഖാണെന്നും ഞാൻ മരിച്ചവനാണെന്നും പറഞ്ഞു നടക്കുന്നത്. അവരാരും മരിച്ചവരില്ല, വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നീ ഇബ്രാഹിമിനെ പോലെ വിലയം പ്രാപിക്കണം, അള്ളാഹു ഈശ്വരനായി തീരണം, പ്രപഞ്ചനാഥനായി തീരണം. ഞാൻ എന്ന ഒരുവൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ദൈവസാക്ഷാത്കാരം പ്രാപിച്ചവനാണ്. അല്ല വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ വർത്തമാനം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ കോലങ്ങളിലും ദൈവത്തിന്റെ പകരക്കാരനും ഷിർക്ക്, അശുദ്ധിയാണ് കാണുന്നത്. ഏത് മതസ്ഥനായാലും ശുദ്ധിയാണ് ഇവിടെ ദൈവം മതങ്ങളും പ്രാധാന്യം ചെയ്യുന്നത്. ആ ശുദ്ധിക്ക് ഓരോ മതങ്ങളും പറഞ്ഞത്. മുസ്ലിംകൾ പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവും റസൂലുമാണെന്നും പറഞ്ഞിട്ട് ആ ഉള്ളിട്ട് ശുദ്ധിയാവുന്നത്. അതേ സമയത്ത് നമ്മളെ ഗായത്രി മന്ത്രം, ഉപനിഷത്തുകളും മറ്റ് ഇതിലെല്ലാം പറയും ഗായത്രി മന്ത്രം. ഒരു പൂജാരി ഗായത്രി മന്ത്രത്തിലൂടെ ചൈതന്യമാണ് നാം എന്നും എന്നിലെന്നും ആ ചൈതന്യ സ്വരൂപമാണ്, ആ ചൈതന്യമാണെന്നും ശരീരശുദ്ധി, ആത്മശുദ്ധി, മനഃശുദ്ധി ഇതെല്ലാം വരുത്തിയാൽ പിന്നെ പ്രപഞ്ച ചൈതന്യം മാത്രമായി. അങ്ങനെ ദൈവിക ശുദ്ധി വരുത്തൽ എല്ലാ മതങ്ങളും പറഞ്ഞ്, ഖുർആനും പറഞ്ഞ് ഞാൻ എന്ന ധാരണ പോയി പരമാത്മാവായ ഈശ്വരന്റെ സ്വരൂപവും ഈശ്വര ആത്മസാക്ഷാത്കാരമായി തീരുക എന്ന് ഖുർആനും പറയുന്നു. എല്ലാ മതങ്ങളും പറയുന്നത് ദൈവ സാക്ഷാത്കാരമായി തീരാനാണ്. ഇവിടെ എല്ലാവരും ഞാൻ കുറെ വെച്ച് പിടിപ്പിച്ച് ശരീരത്തില് ഷർട്ടും, അതിൻ്റെ മുകളിൽ ഒരു കോട്ടും, അതിൻ്റെ മുകളിൽ മാലയും, അതിൻ്റെ മുകളിൽ മലയും, ഒരു തലക്കെട്ടും, താടിയൊക്കെ കളറ് ചെയ്ത് ഞാൻ എന്ന പകരക്കാരന് ശക്തമായി പിടിച്ചു നിർത്തുന്ന ഇവന്മാരെല്ലാം സൂഫിയല്ല. ഇവൻ മരിച്ചിട്ടുമില്ല, ഇവൻ പകരക്കാരനും ഷിർക്കും അശുദ്ധി മാത്രം.